അപ്പോൾ അതാ ഗൈസ് കണ്ട നോമ്പില്ലാത്ത കുട്ടീനെ അസ്മിയ ഇതെന്താ സോഡ കണ്ട ഇതാണ് ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുവരാത്തത് സോഡ മിഠായി ഫ്രൂട്ടി പിന്നെന്തൊക്കെയാണ് കഴിക്കൽ പിന്നെന്താ ലേസ് ഇവിടെ വന്നാൽ ഇതൊക്കെയാണ് പണി അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുവരാത്തത് എനിക്ക് വേണ്ട അമ്മച്ചിക്ക് വേണ്ട നോമ്പല്ല പൊന്നോ വേണ്ട ഉണ്ടോ ഇതാണ് ഞാൻ അംഗനവാടി പറഞ്ഞയക്കണത് ഇന്നെന്താ പോവാൻ ഞാൻ അംഗനവാടിക്ക് എന്താന്ന് പറയോടോ അതാ മിഠായി ഇതാര് തന്ന മിഠായി ആ ദേവാഞ്ജന അസ്മിൻ്റെ കൂട്ടുകാരത്തിൻ്റെ അമ്മ തന്നതാ അല്ലേ ആ കഴിക്ക് ഇന്നെന്താ അംഗനവാടി പോവാഞ്ഞ് അതെന്താ പറയോടോ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ മിഠായി തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അതാ കണ്ടോ ആള് ഭയങ്കര ക്ഷീണത്തിലാണല്ലേ കളിച്ച് വികൃതിയൊക്കെ കാട്ടി ഇതാണ് ഇപ്പോൾ ക്ഷീണം മാറ്റാൻ എന്ത് ചെയ്യണ് പൊറാട്ട കഴിക്കുക അതായത് നോമ്പ് കള്ളൻ ഇല്ലടാ പിന്നെ പൊറാട്ട മുട്ട അച്ചാറല്ല ഇത് കറി അപ്പോൾ ആൾക്ക് ഞാൻ ഭക്ഷണം എടുക്കുകയാണ് എടാ നോമ്പല്ലേ ഇതൊക്കെ കഴിക്കാൻ പാടുണ്ടാ നോമ്പിന് കുഞ്ഞു ആര് അയ്യേ ആകാത്ത കുട്ടി ഉണ്ടോ ഞാൻ ഇന്ന് ചോറൊന്നും കൊണ്ടുവന്നിട്ടില്ല അവനക്ക് ചായക്കടി കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇതിപ്പോൾ അർഷു പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ് ആള് പൊറോട്ട ഇഷ്ടമാണ് അതെ പൊറോട്ട ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ പൊറോട്ട കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് കൊടുക്കുകയാണ് ഇനി ഇത് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇനി തിരൂരൊന്ന് പോകണോ എടാ നോമ്പ് കള്ളെ എങ്ങോട്ട് കറങ്ങുക ഓ ഇപ്പം ഇന്നാൾ ഡ്രസ്സ് എടുത്തതാ കടിക്കാനുള്ളതാണ് ഗൈസ് ഇതൊക്കെ കണ്ടാ ഓ കഴിഞ്ഞിട്ടില്ല അതിന് അർഷു ഇപ്പോൾ എത്തിയിട്ടുണ്ട് ജുമായൊക്കെ പിരിഞ്ഞ് അപ്പം ഞങ്ങളൊന്ന് തിരൂർക്ക് പോകണ്ട വെള്ളിയാഴ്ച തിരൂര് ചന്ത ഉള്ള ദിവസമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടാവും വെച്ചിട്ടാണ് പോണത് അതിനതാ ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മളെ വൈരങ്കോടൊക്കെ കഴിഞ്ഞു ഏഴൂരൊക്കെ എത്താറയപ്പോൾ അസ്മി ഉറങ്ങിയിട്ടാ ആള് എന്താ പറഞ്ഞ ക്ഷീണം കാരണം തോന്നുന്നു വണ്ടിമ്മ കയറിയപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ തിരൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. അന്ന് ചന്തയുള്ള ദിവസമല്ലേ, പിന്നെ എന്താ പറയുക പെരുന്നാൾ ഏകദേശം അടുത്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട് ഗൈസ്. എപ്പോഴാണ് അവ ഒഴിവാവുക. അങ്ങനെ പിന്നെ അത് എൻ്റെ ഉപ്പാൻ്റെ തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ കരക്ക് ഒത്ത എന്താ പറയുക ഷർട്ട് വേണം എനിക്ക്. അപ്പോൾ ഞാൻ മുന്നേ ഞങ്ങൾ പുത്തനത്താണി പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ കളർ ഷർട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ എന്താണ് ആൾ ഒരു ഷർട്ട് കാണിച്ചു തന്നു. പക്ഷേ ഇത് കണ്ടോ, ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയോ, അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഈ കെട്ടുപഴക്കം ഉണ്ടാവുമല്ലോ, അതുപോലെ എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നി. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച്. അപ്പം ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച്. ഓ സുന്ദരം നീറ്റ് ഇട്ടാ, ഉറക്കം കഴിഞ്ഞ ആൾ നീറ്റ്. അല്ല പിന്നെ ഇനി അസ്മിക്ക് വീട്ടിലിടാൻ പറ്റിയ കുറച്ച് ഷോർട്സ് വേണം. അപ്പോൾ അത് നോക്കണ്ട, ഇവിടെ കുറച്ച് ലാഭത്തിൽ കിട്ടും. അവനക്ക് അധികം ഇവിടുന്ന് ഷോർട്സും ബനിയനും ഒക്കെ ഇവിടുന്നാണ് എടുക്കാറ് വീട്ടിലിടാനുള്ള. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത് മർഹബ എന്ന് പറഞ്ഞ കടയാണ് കേട്ടോ. ഞാൻ നൈറ്റ് ഷോള് അതൊക്കെ ഈ കടയിൽ നിന്നാണ് ഞാൻ അധികം എടുക്കാറ്. എനിക്ക് ഇവിടെ ഒരു ചെറിയ ഓഫറിലും ഡിസ്കൗണ്ടിലൊക്കെ പണ്ട് കിട്ടിയിരുന്നു, ഇപ്പം അങ്ങനെ കിട്ടാറില്ല. അതിനിപ്പോൾ അതാ ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. അതിനെ കയറി പിന്നെ അപ്പോൾ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഉമ്മാക്ക് അർഷുവിൻ്റെ ഉമ്മാക്ക് നൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിതാ അവിടെ കൊഞ്ചായിരുന്നു ഓനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓനെങ്ങനെ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങളിന്ന് തല്ലുകൂടി. കണ്ടോ വെള്ളത്തിന് തയ്ച്ചു. അപ്പോൾ ഞങ്ങൾ മർഹബയിൽ നിന്ന് ഇറങ്ങി വേറെ കടയിലേക്ക് പോയി. അപ്പോൾ എന്താ എനിക്ക് ഒരു ഷോളും പാൻറ്റും വേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഉപ്പാക്കുള്ള ഷർട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഷർട്ടിന് തിരൂർ അങ്ങാടി ഫുള്ള് തിരയാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. ചില ഷോപ്പിലേക്ക് കയറണമെന്ന് ഞാൻ വീഡിയോസ് എടുക്കണില്ല കേട്ടോ. ഷർട്ടുകൾ, പാന്റുകൾ, ജീൻസുകൾ, കളർ ഷർട്ട്, ടി-ഷർട്ട്, അപ്പോൾ ഞങ്ങൾ ടൗണിലുള്ള ഏകദേശം ഒരു 10-20 കടയിലെങ്കിലും കയറിയിട്ടുണ്ടാവും ഉപ്പാക്ക് പറ്റിയ ഷർട്ടിന് വേണ്ടിയിട്ട്. തിരഞ്ഞ് കിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ വേറെ എവിടെന്നെങ്കിലും വാങ്ങാൻ വിചാരിച്ച്. അതിനപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ടോ, മാർക്കറ്റിൻ്റെ അവിടെ വന്ന് ഇവിടെയാണ് ഹോൾസെയിൽ കടകളുള്ളത്. അതായത് വെള്ളിയാഴ്ച ചന്ത നടക്കുന്നത് ഇവിടെ ഉണ്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരൂർ പോവാറുണ്ടെങ്കിൽ പക്ഷേ വെള്ളിയാഴ്ച ചന്ത ഉള്ള ദിവസം ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് കാണുകയും ചെയ്യുക. ഒരുപാട് കടകളുണ്ട്. എന്താ പറയുക, ഓഫറിലൊക്കെ ഉള്ളത് കേട്ടോ, വില കുറവിലുള്ളതൊക്കെ ഉണ്ട്. അതിന് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും വാങ്ങില്ല. ഞങ്ങൾ ഷർട്ട് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല വന്നത്. അപ്പോൾ അതൊന്നും തിരഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഹസ്ബിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അർഷു പോയിട്ടാണ്. അപ്പോൾ ആ ചുളിവിലാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് നേരമൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു. അങ്ങനെ ഇവിടെ ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, പിന്നെ വാച്ചുകൾ, ഫോണുകൾ, ഫോൺ കവറുകൾ, അങ്ങനെ എന്താ വേണ്ടത്, പാത്രങ്ങൾ, പിന്നെ അച്ചാറുകൾ, സോപ്പുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഡ്രസ്സുകളൊക്കെ ഉണ്ട് അധികം. പിന്നെ ഷർട്ടാണ് അധികം ഉള്ളത് കേട്ടോ ഞാൻ കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ അതായത് എന്താ പറയുക, സ്റ്റീലിൻ്റെ സ്പൂണുകളാണ്, ചെറിയ സ്പൂൺ, നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ മത്തി വിതറിട്ട പോലെ, കണ്ടോ, മത്തീൻ്റെ അങ്ങനെ പോലെ തോന്നില്ലേ. അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. ഇതൊക്കെ പിന്നെ ലോക്കൽ സാധനം കേട്ടോ, വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് എനിക്ക് ഓർമ്മയില്ല. അതെന്താ ഫോണിൻ്റെ എന്തോ ആണ് തോന്നുന്നത്. പിന്നെ ചെരുപ്പ്, ഡ്രസ്സ്, ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ചെരുപ്പ്, അർഷുവിന് ചെരുപ്പ് എടുക്കണം എന്നുണ്ട്, പക്ഷേ ആരും എടുത്തില്ല, എന്താണാവോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്മിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കാമല്ലോ വിചാരിച്ചു. പിന്നെ ഇവിടെ എന്താണ് തേൻ്റെ ഐസ്, പിന്നെ അവിൽ മിൽക്ക് ഉണ്ട്. അപ്പോൾ അവിൽ മിൽക്ക് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ വിശപ്പ് കുറച്ച് കുറയുമല്ലോ. അപ്പോൾ അർഷു അവിൽ മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ അവൻ വിളിക്കുകയുണ്ട്. അപ്പോൾ എനിക്ക് നോമ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വളാഞ്ചേരിക്ക് പോകുക കേട്ടോ ഇവിടുന്ന്. അങ്ങനെ വളാഞ്ചേരിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ബാങ്ക് കൊടുത്തത്. അപ്പോൾ ഞാൻ നോമ്പറക്കാൻ കേട്ടോ വണ്ടിമ്മ തന്നെ വേഗം വെള്ളം കുടിച്ചു. ഇനി ടൗണിലേക്ക് എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവില്ലേ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നോമ്പറന്നു. അങ്ങനെ വളാഞ്ചേരിക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അർഷു നോമ്പറന്ന് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം പിന്നെ എന്താ പറയുക, നോമ്പിൻ്റെ സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് കടകളൊക്കെ ക്ലോസ് ആണ്. ചില ഷോപ്പുകൾ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ കേട്ടോ. മുടി വെട്ടി അങ്ങനെ ഞങ്ങൾ ചാസ്യൻ്റെ ഓപ്പോസിറ്റ് ആണ് വണ്ടി നിർത്തിയത്. അപ്പോഴാണ് ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കണ്ടത്. അപ്പോൾ ഇവിടെ മസാല ദോശ, നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അർഷാണ് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തന്നെ. പിന്നെ ഞങ്ങൾ വെള്ളം മാത്രമല്ല നോമ്പറന്നിട്ട് കുടിച്ചതുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെയുള്ള ഷോപ്പിംഗ് ആവാമെന്ന് പറഞ്ഞു. അല്ല ഞങ്ങളിതാ എന്താ പറയുക, 3 മസാല ദോശയൊക്കെ ഓർഡർ കൊടുത്ത്. നെയ് റോസ്റ്റ് വേണ്ടാന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ല, നെയ്യിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് ജസ്റ്റ് കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് സാധനം എത്തിയത്. പിന്നെ അസ്മിത ഒറ്റക്ക് കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയത് സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, പിന്നെ ഇതെന്തോ ഒരു സാധനം കേട്ടോ. എനിക്ക് തോന്നുന്നു തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ തോന്നുന്നു. പക്ഷേ അത് ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ല.
ചട്നി കുഴപ്പമില്ല കേട്ടോ, ചട്നിയാണ് എനിക്ക് അതിൽ ഇഷ്ടമായത്. അപ്പോൾ ഞാനത് കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മസാലകളും ഉണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങി ചാസിയേക്ക് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പോണത്. ഇപ്പോൾ പാക്ക് ഷർട്ട് കിട്ടിയില്ല, തിരൂരിൽ നിന്നും കിട്ടിയില്ല. അപ്പം ഇനി ഇവിടെ നിന്ന് പോയി നോക്കട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിതാ ഈ ഷോപ്പിൽ കയറി എന്താണ് ഓസി അങ്ങനെ എന്തോ കടയാണ്. അപ്പോൾ അത് ലേഡീസിൻ്റെ കടയാണ്, ജെൻസിൻ്റെ ഡ്രസ്സുകളില്ല അത്ര. ഞാൻ ശ്രദ്ധിക്കാതെ അതിന് കയറിയത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ കുറേ ചുരുക്കം ചെയ്ത് ലേഡീസിൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ചാസിയേക്കാണ് പോണത്. അപ്പോൾ ചാസിയയിൽ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നോമ്പ് തുറന്ന കാരണം വലിയ തിരക്കില്ല. എന്നാലിതാ ഞങ്ങൾ പോയി അസ്മി ഇങ്ങനെ കളിക്കുക കേട്ടോ. അവൻ അവിടെ ചെന്നാൽ ഓരോ കളികളാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ കളിക്കുക, അങ്ങനെയൊക്കെയാണ് അസ്മി ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ടേബിൾ ഉണ്ടെങ്കിൽ ടേബിൾ മരിക്കുക, അതൊക്കെ ഉണ്ടോ. അങ്ങനെതാ ആൾ ഇങ്ങനെ ഉഷാറായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ ജെൻസിൻ്റെ ഷർട്ടൊക്കെ 3rd ഫ്ലോറിലാണ് തന്നെ. അപ്പോൾ അസ്മിക്ക് നല്ല ഉത്സാഹം കേട്ടോ കയറി പോകാൻ. പക്ഷേ ഞാൻ ക്ഷീണിച്ചു പോയി, കയറാൻ ഭയങ്കര മടി. അങ്ങനെ ഇതാ സ്റ്റെപ്പുകളൊക്കെ അങ്ങനെ കയറി പോവുകയാണ്. പിന്നെ ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളിയാണ്, അത് കണ്ട. അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പെൺകുട്ടികളൊന്നും ഇല്ല, അപ്പോൾ പിന്നെ വാങ്ങിയില്ല. അങ്ങനെ ഇതാ 2ാമത്തെ ഫ്ലോർ കഴിഞ്ഞ് 3rd ഫ്ലോർക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്, ഞാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ 3rd ഫ്ലോറിലെത്തി. ഇത് കണ്ടോ, ഒരുപാട് തരം ഷർട്ട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ആ മുണ്ടിന് പറ്റിയ കളറില്ല കേട്ടോ. പിന്നെ ഉള്ളതാണെങ്കിൽ ഹാഫ് കൈ ആണ്, അല്ലെങ്കിൽ ഉപ്പാൻ്റെത് മീഡിയമാണ് സൈസ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ച് എന്താ പറയുക, ഷർട്ടിൻ്റെ തുണി എടുക്കാഞ്ഞിട്ട് തുണി എടുത്ത് തയ്ക്കാൻ. എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് തുണി എടുക്കാഞ്ഞത്. റെഡിമെയ്ഡ് ആണെങ്കിൽ ജസ്റ്റ് ഒരു മൂട്ടാൻ്റെ അല്ലേ ആവശ്യമുള്ളൂ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇതാ ഷർട്ടിന് തുണി എടുത്തു. ആ കളറ് എന്താ പറയുക, കോട്ടന ഈ ലിനൻ്റെ ടച്ച് വരുന്ന ഒരു കളർ എടുത്തുട്ടാണ്. അപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഷോൾ എടുക്കാനുണ്ട്. അപ്പോൾ പാൻറ്റ് ഞാൻ തിരൂരിൽ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ ആ കളർ ഷോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും വിചാരിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇനി പിന്നെ ഇതാ അവിടെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ പിന്നെ ഇതാ ഞാൻ തന്നെ കേട്ടോ, ആരും പേടിക്കണ്ട. അതിനതാ ഈ ബ്ലൂ കളറിലുള്ള ഷോളാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഈ ചുരിദാർ ബിറ്റിൻ്റെ വിലയൊക്കെ നോക്കി 1000-ൻ്റെ മേലൊക്കെ കേട്ടോ. കോട്ടൻ്റെ ബിറ്റാന്ന് പറഞ്ഞിട്ട് കാര്യം നല്ല വില ഉണ്ട്. അതിനതാ ഞങ്ങൾ അടുത്ത അംഗം കുറിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിട്ടു, സാധനങ്ങളൊക്കെ വാങ്ങി. ട്രൗസർ കാണിച്ചു കൊടുത്താ, നമ്മൾ വാങ്ങിയ ട്രൗസർ കാണിച്ചു കൊടുത്താ. നീക്ക് ട്രൗസർ കാണിട്ടോ. ഇതാ ഒരു ട്രൗസർ, പിന്നെ ബാക്കിയുള്ളത് അവിടെ ഇതാ. അപ്പോൾ ഇതാ മർഹബ കടയിൽ നിന്നാണ് ഞങ്ങൾ ഉമ്മാക്ക് മാക്സി എടുത്തത്. പിന്നെ താജ്മഹലിന് എന്താണ് എടുത്തത്, താജ്മഹലിന് ഒരു ലെഗിൻസ് എടുത്ത്. പിന്നെ സി പി ടെക്സ്റ്റൈൽസിൽ നിന്ന് അസ്മിക്ക് കുറച്ച് ഇതെടുത്ത്. എന്താണ് ഇതാ ട്രൗസർ, വീട്ടിലിടാൻ പറ്റിയിട്ട് കുറച്ച് ട്രൗസറാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഓറഞ്ച്, നീല, പിന്നെ ഈ ക്രീം കളർ. പിന്നെ അവനക്ക് ഒരു വെള്ള ടീഷർട്ട് കൊടുത്ത്, നല്ല അടിപൊളി ഫിഫയുടെ ഒരു എംബ്ലമൊക്കെ ഉള്ളൊരു. ഇതെങ്ങനെയാണ് ഈ ടീഷർട്ട്, ഇത് അവനക്ക് പള്ളിയിൽ പോകുമ്പോൾ വെള്ള തുണിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചാസേക്കാണ്. തിരൂരിൽ നേരെ ചാസേക്ക് പോയി. അത് അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് അപ്പോൾ തിരൂരിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഷർട്ടും തുണി എടുത്ത്. പറ, അതും കാണിച്ചു തരാടാ, ഇത് പറയട്ടെ വെച്ച്. അപ്പോൾ ഷർട്ടും ബിറ്റെടുത്ത് പിന്നെ ഇത് തയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു ഷോൾ കൊടുത്തു കണ്ടോ. ഇത് രണ്ടും ചാസിയിൽ നിന്ന് എടുത്താണ്. കാണിച്ച പൊന്നോ, കാണിക്ക്. പിന്നെ എനിക്ക് ക്രാബ് വാങ്ങി, ക്രാബ് ഒന്ന് ഒട്ടിക്കണം. പിന്നെ ഈ ഗമ്മതാ, ഇതെല്ലാവരും വീട്ടിൽ ഉള്ളത് നല്ലൊരു ഉപകാരം കേട്ടോ. ലേഡീസൊക്കെ ഉള്ള, കുട്ടികളൊക്കെ ഉള്ള. അതേപോലെ ഈ ക്രാബ് ഒട്ടിക്കാനും ഇതും ഒട്ടിക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ പൊന്നു. പിന്നെ വേറെന്താ പറയാനേ? ജ്യൂസാ? എന്ത് ജ്യൂസ്?
നമ്മളിപ്പോൾ പോയി കുടിച്ചു. ആ ഞങ്ങൾ ജ്യൂസ് കുടിച്ച് അതും വെച്ച് പറഞ്ഞേക്കണം. പിന്നെ വേറെന്താ? അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഔ പിന്നെ ലൈക്ക് ചെയ്യാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയൂ. എന്നാ ടാറ്റ ചാച്ചാ ബൈ ബൈ. സി യു. See you. ആ Love. ലവ്വാ അതും ഉണ്ടാ?